കാശുണ്ടാക്കുന്നത് തെറ്റാണോ? ലാഭം ഒരു മോശം വാക്കാണോ? സംരംഭകർ കള്ളന്മാരാണോ? ഈ കാശുണ്ടാക്കുന്നവരോട് ലേശം കുശുമ്പും കാശുണ്ടാക്കുന്നവരൊക്കെ ഉഡായിപ്പുകളുമാണെന്ന ധാരണയുണ്ടോ? എന്നാൽ സമ്പത്തുണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ? ധാർമ്മികമായ മാർഗങ്ങളിലൂടെ പണമുണ്ടാക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ധനമന്ത്രി പറയുന്നത്. അങ്ങനെ സമ്പത്ത് സൃഷ്ടിക്കുന്നവർക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ സ്മരണാർത്ഥം നടത്തിയ ഇന്റഗ്രൽ ഹ്യൂമൻ ലെക്ചറേഴ്സിൽ സംസാരിക്കുമ്പോൾ ധനമന്ത്രി പറഞ്ഞു. സമ്പത്തുണ്ടാക്കുന്നത് ഇന്ത്യയിൽ നിഷിദ്ധമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സമ്പത്ത് സൃഷ്ടിക്കുന്നതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. സംരംഭകരെ ഞങ്ങൾ സമ്പത്ത് സൃഷ്ടിക്കുന്നവരെന്ന് വിളിക്കുന്നു, അല്ലാതെ അവർ കള്ളന്മാരല്ല. ഇങ്ങനെ പറയാൻ ധനമന്ത്രി പറയുന്ന ചില കാരണങ്ങളുമുണ്ട്. ധാർമ്മികമായി സ്വത്ത് സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് ഒരു പോക്കറ്റിൽ നിന്ന് മറ്റൊരു പോക്കറ്റിലേക്ക് എത്തുകയും വിതരണം സാധ്യമാവുകയും ചെയ്യുന്നു. നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. സംരംഭകരുടെ സമ്പത്ത് അവർ വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനുമൊക്കെയായി ചെലവഴിച്ച് രാജ്യ പുരോഗതിയിലേക്ക് നയിക്കുന്നു. തൊഴിൽ സൃഷ്ടിയിലൂടെ ദാരിദ്ര്യം കുറച്ച് സാമ്പത്തികമായി ഏറ്റവും താഴേക്കിടയിലുള്ളവരുടെ അന്തസ് ഉയർത്തുകയാണ് സംരംഭകർ ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇനി ധനമന്ത്രി പറഞ്ഞതിനെ ലേശം അനലിറ്റിക്കലായി കണ്ടാൽ കാശ് ഇന്ന് വരും നാളെ പോകുമെന്നൊക്കെ തത്വശാസ്ത്രം പറയാമെങ്കിലും ഏറെ പ്രിയപ്പെട്ട ഒരാൾ ജീവനും മരണത്തിനുമിടയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ബില്ലടച്ചാലല്ലേ ജീവൻ രക്ഷിക്കാനാകൂ? അതുപോലെ ശമ്പളം കിട്ടി കുറച്ചു നാളിനകം മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥ ആത്മാഭിമാനം കളയില്ലേ? അതുകൊണ്ട് കാശുണ്ടാക്കുന്നതും അതിന്റെ വിനിയോഗവും ഒക്കെ കൃത്യമായി പ്ലാൻ ചെയ്തു വേണം. അപ്പോൾ ആലോചിച്ച് പറയൂ, കഠിനാധ്വാനത്തിലൂടെ ന്യായമായ മാർഗത്തിൽ പണമുണ്ടാക്കുന്നതിൽ തെറ്റുണ്ടോ? പണം മാത്രമാകരുത് ജീവിത ലക്ഷ്യം. പക്ഷേ പണമില്ലെങ്കിൽ നമ്മൾ പലയിടത്തും വലയും. പണമില്ലാത്തവൻ പിണമെന്ന് കാരണവന്മാർ പറഞ്ഞത് അതുകൊണ്ടാവുമല്ലേ?